പ്രൈസ് ദി ലോർഡ്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 25-ാം തിരുവെഴുത്ത്. 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ള ഒരു സ്ത്രീ പല വൈദ്യന്മാരാൽ അവളെ ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടും ഒരു വിടുതൽ കാണാൻ കഴിയാതെ ഏറിയ വർഷങ്ങൾ കൊണ്ട് ഭാരപ്പെട്ടു. അവിടെ ഏറിയ സമ്പത്തും വിറ്റ് അവൾ ചികിത്സിച്ചു. ഏറിയ വൈദ്യന്മാരാൽ ചികിത്സിച്ചിട്ടും അവിടെ ജീവിതത്തിൽ ഒരു വിടുതൽ കാണാൻ കഴിഞ്ഞില്ല. വളരെ നിരാശയോട്, വളരെ ഭാരത്തോട് താൻ തൻ്റെ ഭവനത്തിൽ വസിക്കുമ്പോൾ അവൾ യേശുവിനെ കുറിച്ച് ഒരു കേൾവി കേട്ടു. അവൻ ആ പട്ടണത്തിൽ പട്ടണവാസികളോടൊന്നും അവൾ ചോദിച്ചില്ല, അമ്മ ഞാൻ യേശുവിൻ്റെ അരികിലൊന്ന് പോട്ടെ, ഇല്ലെങ്കിൽ അവിടെ ഭവനക്കാരോട് ചോദിച്ചില്ല. ഒരു മനുഷ്യനോടും അവൾ ചോദിക്കാതെ ആമേൻ ആളില്ല. അവൾ ആമേൻ മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാത്ത നിലയിൽ, ഭവനത്തിനകത്തടയ്ക്കപ്പെട്ട നിലയിൽ കണ്ട ഈ സ്ത്രീയുടെ മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ ഇടയെ തുറന്നു. അവൾ നേരെ ഓടി യേശുവിൻ്റെ അരികിൽ ചെന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലൊന്ന് തൊട്ടപ്പോൾ യേശുവിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശക്തി പുറപ്പെടാൻ ഇടയായി തുറന്നു. ഇന്ന് രാത്രിയിൽ ദൈവമക്കളെ, നാം എവിടെയൊക്കെ ഓടിയാലും, നാം ഏറിയ വൈദ്യന്മാരെ കൊണ്ട് ചികിത്സിച്ചാലും അവൻ അവിടെ ഒന്നും തന്നെ വിടിവിക്കാൻ കഴിയത്തില്ലെങ്കിൽ, ഇന്ന് രാത്രിയിൽ അവൻ ആളിൽ നിമിഷം നാം അഭയം പ്രാപിക്കേണ്ടത് എവിടെയാണ്? ആരിലാണ് നാം അഭയം പ്രാപിക്കേണ്ടത്? ആരുടെ സന്നദ്ധയിലാണ് നാം എത്തപ്പെടേണ്ടത്? അവയെ പലയിടത്തും ഓടിയിട്ടോ അവിടെ ഒന്നും ഒരു ശക്തി ലഭിക്കുവാൻ അവിടെ ജീവിതത്തിലിടയായില്ല. അവൾ പക്ഷേ ശക്തി ഉള്ളവൻ്റെ അരികിൽ ചെന്നോ ആമേ ശക്തി ഉള്ളവനെ ഒന്ന് തൊട്ടപ്പോൾ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ക്ഷണത്തിൽ അവൾ സൗഖ്യം പ്രാപിച്ചു. ഇന്ന് രാത്രിയിൽ സൗഖ്യമാക്കുന്നവൻ്റെ അരികിൽ നിങ്ങൾ എത്താൻ തയ്യാറാണെങ്കിൽ ഈ നിമിഷം ഒരു ദൈവപ്രവൃത്തി, ഒരു ദൈവവേദിയിൽ വെളിപ്പെടുവാൻ സ്വർഗ്ഗത്തിൽ ആഗ്രഹിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. നിന്നെ വിടുവിപ്പാൻ, നിന്നെ ആമേൻ നടത്തുവാൻ, നിന്റെ നഷ്ടപ്പെട്ട് സമ്പത്തുകളൊക്കെ മടക്കി തരുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന് ദൈവമക്കൾ വിശ്വാസത്താൽ ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്ത് മുന്നോട്ട് വരുന്നെങ്കിൽ അവനൊരു പൂർണ്ണമായ വിടുതല. ആമേൻ ഹല്ലേലൂയ. അവിടെ പലരും ആമേൻ ഹല്ലേലൂയ യേശുവിനെ ആമേൻ ഞെക്കി ഞെരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയില യേശു അവരോട് ചോദിക്കുന്നു, എന്നെ തൊട്ടത് ആരാ? ഇന്ന് രാത്രിയിൽ ആർക്കും ഒരു ഉത്തരമില്ല. അവനെ ആരാ തൊട്ടെന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഒരു ഉത്തരം പറയാൻ കഴിയാതിരിക്കുമ്പോൾ ആമേൻ യേശുവിന് മനസ്സിലായി, ഒരാൾ ഇതിനകത്തുനിന്ന് എന്നെ തൊട്ടിട്ടുണ്ടോ? ആമേൻ ശക്തിയുള്ളവൻ അറിയാം എന്നെ തൊട്ടത് ആരാണെന്ന്. ആ സ്ത്രീ വിറച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ കുത്താൻ ഇടയായി തുറന്നു. ഇന്ന് രാത്രിയിൽ ഈ ശക്തിയുള്ളവൻ്റെ അരികിൽ നമുക്കൊന്നെത്താൻ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തക്കവേണം ദൈവമക്കളെ ഇടിയാക്കും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആമേൻ ആളില്ല 12 അല്ല, അതേ ആമേൻ അതിലേറെ വർഷമായാലും ആമേൻ സൗഖ്യമാക്കാൻ കഴിയുന്ന ഒരു കർത്താവിന്ന് ആമേൻ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരു വിടിവിക്കാൻ കഴിവുള്ള കർത്താവ് നമ്മുടെ ജീവിതത്തിലുണ്ട്. ആമേൻ അവൾ ആരെയും നോക്കിയില്ല, ആമേൻ ജനത്തെ നോക്കിയില്ല, വീട്ടുകാരെ നോക്കിയില്ല, ഉറ്റവരെ നോക്കിയില്ല, ഉടയവരെ നോക്കിയില്ല. അവൾ നേരെ ഓടിച്ചെന്നത് യേശു കർത്താവില. അവിടെ വിശ്വാസം. ഇന്ന് രാത്രിയിൽ എനിക്ക് അവനെ ഒന്ന് തൊട്ടാൽ മതിയായിരുന്നു. ആമേൻ ഹല്ലേലൂയ. അവൻ്റെ ശരീരത്തല അവൾ തൊട്ടതോ, അവൻ്റെ വസ്ത്രത്തല തൊട്ടതോ, ആ വസ്ത്രത്തെ തൊട്ടപ്പോൾ തന്നെ ആ വസ്ത്രത്തിനകത്തുനിന്ന് അവൻ ഒരു ശക്തി പുറപ്പെട്ടെങ്കിൽ ഇന്ന് ആമേൻ ഓർത്തു നോക്കുക, അവൻ്റെ പവറിൻ്റെ അളവറ്റ വലിപ്പം എത്ര ശക്തമാ. ഈ ശക്തമായ കൃപയിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുമോ? ഈ ശക്തമായ കൃപയിൽ നിങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? നിന്നെ ലജ്ജിപ്പിക്കാത്ത, നിന്നെ തകർത്ത് കളയാത്ത, നിന്നെ വിടിവിക്കുന്ന ഒരു നല്ല കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ആ കർത്താവിൻ്റെ കരങ്ങളിൽ ദൈവമക്കളെ ഇന്ന് ആ നിമിഷം നിങ്ങളൊന്ന് സമർപ്പിക്കുക.
പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ വിടുതൽ കാണുവാൻ തക്കവേണം സ്വർഗത്തിലെ ദൈവം നമ്മെ ഒരുക്കും. യാതൊരു സംശയം കൂടാതെ അവൻ്റെ അരികിലേക്കൊന്ന് ചെല്ലുക. ഒരു മനുഷ്യനിൽ ആശ്രയിക്കാതെ വിശ്വാസത്താൽ നീ അവൻ്റെ അടുക്കലേക്കൊന്ന് ചെല്ല്. നിന്നെ വിടിവിക്കുന്ന, നിന്നെ സൗഖ്യമാക്കുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് ഈ നിമിഷം നമ്മുടെ മധ്യത്തിലുണ്ടോ. ആ കർത്താവിനെ വിടുതൽ അനുഭവിപ്പാൻ തക്കവേണം ഈ തിരുവെടുത്ത് അതിന് മുഖാന്തരമായി തിരട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ഗോഡ് ബ്ലസ് യു.